യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ അതിന്റെ ഏറ്റവും ഭീതിതവും ദാരുണവുമായ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ഡോനെറ്റ്സ്ക് മേഖലയിലെ യാത്രാ ബസ്സിന് നേരെയുണ്ടായ മാരകമായ ഡ്രോൺ ആക്രമണം ഇരു വിഭാഗവും തമ്മിലുള്ള സംഘർഷം വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യുദ്ധമുഖത്തെ സൈനിക ലക്ഷ്യങ്ങൾക്കപ്പുറം സാധാരണക്കാരായ ജനങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെയുണ്ടായ ഈ ആക്രമണം കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. റഷ്യൻ അനുകൂല ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം മോസ്കോയിൽ നിന്നും ക്രിമിയയിലേക്ക് സർവീസ് നടത്തിയിരുന്ന ഒരു ദീർഘദൂര യാത്രാ ബസ്സാണ് ഈ ഡ്രോൺ ആക്രമണത്തിന് ഇരയായത്. പുലർച്ചെ ആളുകൾ നല്ല ഉറക്കത്തിലായിരുന്ന സമയത്തായിരുന്നു അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഈ ദാരുണ സംഭവം അരങ്ങേറിയത്. ആക്രമണത്തിന്റെ ആഘാതത്തിൽ ബസ് പൂർണ്ണമായും തകരുകയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നിരവധി യാത്രക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ആക്രമണത്തിൽ ഒട്ടനവധി യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കുന്നത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണക്കാരായ യാത്രക്കാരെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ക്രൂരതയ്ക്കെതിരെ റഷ്യൻ ഭരണകൂടം കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. റഷ്യയുടെ ഏറ്റവും പ്രമുഖവും അഭിമാനകരവുമായ സാമ്പത്തിക ഉച്ചകോടി നടക്കുന്ന സമയത്താണ് യുക്രൈൻ ഇത്തരമൊരു വ്യാപകമായ ഡ്രോൺ ആക്രമണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ആഗോള നേതാക്കളും സാമ്പത്തിക വിദഗ്ധരും ഒത്തുചേർന്ന ഈ സുപ്രധാന വേളയിൽ റഷ്യയുടെ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കീവ് ഈ നീക്കം ആസൂത്രണം ചെയ്തതെന്ന് കരുതപ്പെടുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗിന് സമീപമുള്ള തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെയും വ്യവസായ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു യുക്രൈന്റെ പ്രധാന ഡ്രോൺ ആക്രമണം. അന്താരാഷ്ട്ര തലത്തിൽ റഷ്യ തങ്ങളുടെ സാമ്പത്തിക ശേഷി പ്രദർശിപ്പിക്കുന്ന വേദിക്ക് തൊട്ടടുത്ത് തന്നെ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് യുക്രൈന്റെ സൈനിക തന്ത്രത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് ഡോനെറ്റ്സ്കിലെ യാത്രാ ബസ്സിന് നേരെയും ആക്രമണമുണ്ടായത്. ഈ ദാരുണമായ സംഭവത്തോടെ മോസ്കോയും കൈവും തമ്മിലുള്ള വാക്പോരും സൈനിക നീക്കങ്ങളും കൂടുതൽ കഠിനമായിരിക്കുകയാണ്. തങ്ങളുടെ പൗരന്മാർക്ക് നേരെയുണ്ടായ ഈ ആക്രമണത്തിന് സമാനമായ രീതിയിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ യുക്രൈനിലെ പ്രമുഖ നഗരങ്ങൾക്ക് നേരെ റഷ്യൻ മിസൈൽ ആക്രമണങ്ങൾ ശക്തമാകുമെന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. ഡോനെറ്റ്സ്ക് പ്രവിശ്യ വർഷങ്ങളായി റഷ്യയുടെയും യുക്രൈന്റെയും സൈനികർ തമ്മിലുള്ള കടുത്ത പോരാട്ട ഭൂമിയാണ്. ഈ മേഖലയിലെ ജനങ്ങൾ നിരന്തരം യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സാധാരണക്കാരായ യാത്രക്കാർ സഞ്ചരിച്ച മോസ്കോ ക്രിമിയ ബസ്സിന് നേരെ ഡ്രോൺ പതിച്ച സംഭവം പ്രാദേശിക ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഭീതിയും അമർഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. യുക്രൈന്റെ ഈ ഡ്രോൺ ആക്രമണ പരമ്പരകൾ വ്യക്തമാക്കുന്നത് യുദ്ധത്തിന്റെ വ്യാപ്തി അതിർത്തികൾക്കപ്പുറത്തേക്ക് അതിവേഗം പടരുകയാണ് എന്നാണ്. റഷ്യൻ ഭൂപ്രദേശങ്ങൾക്കുള്ളിലേക്ക് നേരിട്ട് കടന്നാക്രമണം നടത്താനുള്ള യുക്രൈന്റെ ശേഷി വർദ്ധിച്ചതായി ഈ സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. അത്യാധുനിക ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് യുക്രൈൻ ഇപ്പോൾ റഷ്യയുടെ ഉൾപ്രദേശങ്ങളെ ലക്ഷ്യം വെക്കുന്നത്. അതേസമയം റഷ്യയുടെ സാമ്പത്തിക ഉച്ചകോടിയെ തകർക്കാനും അന്താരാഷ്ട്ര തലത്തിൽ റഷ്യ സുരക്ഷിതമല്ലെന്ന സന്ദേശം നൽകാനുമുള്ള യുക്രൈന്റെ ശ്രമങ്ങളെ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വലിയൊരു പരിധിവരെ തടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. സെന്റ് പീറ്റേഴ്സ്ബർഗിന് നേരെ വന്ന പല ഡ്രോണുകളും റഷ്യൻ സൈന്യം തകർത്തതായാണ് ക്രെംലിൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഡോണെറ്റ്സ്കിലുണ്ടായ പരാജയം റഷ്യക്ക് വലിയ നാണക്കേടായി. സാധാരണ ജനങ്ങളെയും യാത്രാവാഹനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണെന്ന ആരോപണവുമായി റഷ്യൻ അനുകൂല സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ആഗോള സമൂഹം യുക്രൈനെതിരെ നിലപാട് സ്വീകരിക്കണമെന്നാണ് അവരുടെ ആവശ്യം. എന്നാൽ റഷ്യ തങ്ങളുടെ നഗരങ്ങൾക്ക് നേരെ നടത്തുന്ന നിരന്തരമായ ബോംബാക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് യുക്രൈൻ ഇത്തരം നീക്കങ്ങളെ ന്യായീകരിക്കുന്നത്. മോസ്കോയിൽ നിന്നും ക്രിമിയയിലേക്കുള്ള പാത യുദ്ധം തുടങ്ങിയത് മുതൽ അതീവ തന്ത്രപ്രധാനമായ ഒന്നാണ്. ക്രിമിയയെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഈ റൂട്ടിൽ സുരക്ഷ കർശനമാക്കിയിരുന്നെങ്കിലും വ്യോമമാർഗമുള്ള ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കാതെ പോയത് റഷ്യൻ സുരക്ഷാ ഏജൻസികളുടെ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു. സംഭവ സ്ഥലത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളും അന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ്. യുദ്ധം ദീർഘനാളായി നീണ്ടുപോകുന്നത് ഇരു രാജ്യങ്ങളിലെയും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്.
പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത ഇരു ഭരണകൂടങ്ങളുടെയും നിലപാടുകൾ കാരണം നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യതകൾ പൂർണ്ണമായും മങ്ങിയിരിക്കുകയാണ്. ഓരോ ആക്രമണവും അടുത്ത വലിയൊരു തിരിച്ചടിയിലേക്കാണ് വഴി തുറക്കുന്നത്. സെന്റ് പീറ്റേഴ്സ്ബർഗ് സാമ്പത്തിക ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ നടന്ന ഈ ആക്രമണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരിട്ടുള്ള ഒരു വെല്ലുവിളിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ റഷ്യയുടെ സുരക്ഷാ തകരാറുകൾ തുറന്നു കാട്ടാൻ യുക്രൈൻ ബോധപൂർവം തെരഞ്ഞെടുത്ത സമയമാണ് ഇത് എന്ന് വ്യക്തമാണ്. ഇതിനുള്ള റഷ്യയുടെ പ്രതികാരം അതിശക്തമായിരിക്കുമെന്നാണ് സൂചനകൾ. ഡോണറ്റ്സ്കിൽ യാത്രാ ബസിന് നേരെ ഉണ്ടായ ദാരുണമായ ഡ്രോൺ ആക്രമണവും അതിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളും റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഭീകരതയെ ഒരിക്കൽ കൂടി ലോകത്തിന് മുൻപിൽ എത്തിച്ചിരിക്കുന്നു. അതിർത്തി കടന്നുള്ള ഈ ആക്രമണങ്ങൾ ഇരുപക്ഷത്തും ജനനഷ്ടം വർദ്ധിപ്പിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും ഭൗമരാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണമാവുകയാണ്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ യുദ്ധം എങ്ങോട്ട് തിരിയുമെന്ന് ലോകം ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്.